ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ മാസം 6-ാം തീയതി മുതൽ ശുക്രൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു 4 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ശുക്ര രാശിമാറ്റം നടന്നു കഴിഞ്ഞു. നാളെ മുതൽ ആ ഒരു ശുക്രൻ്റേതായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ് എടുത്തു പറയുന്നത്. ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറി വന്നിരിക്കുന്ന സമയം ഒരു 12 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതക പ്രകാരം ആർക്കെങ്കിലും ശുക്രമഹാദശ നടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ജനന ജാതകപ്രകാരം ശുക്രൻ പൂർണ്ണ ശുഭനാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഇരട്ടി ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ശുക്രൻ നിങ്ങളുടെ രാശിക്ക് എന്തിൻ്റെയൊക്കെയാണോ ആധിപത്യം കാരകത്വം വഹിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗുണഫലങ്ങളാണ് ഈ 4 രാശികളിൽ ഉൾപ്പെടുന്ന 12 നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ ശുക്രരാശി മാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ആദ്യ രാശിക്കാർ മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്, ധനകാരകനായ ഗ്രഹം. അങ്ങനെയുള്ള ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് മേടം രാശിക്കാർക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് ഈശ്വരാനുഗ്രഹം നൽകുന്ന സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിലേക്ക് വരുന്ന സമയം മേടം രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ പണം കൈകളിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പണം സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങൾ, അതൊക്കെ നിറവേറുന്ന സമയമാണ്. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും ഒരു ധനപരമായ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവം വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ സുഖം, ഒരു സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയം. കുടുംബ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി പരസ്പരം ആ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ഒരു നല്ല സ്നേഹം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നിലയും വിലയും മതിപ്പും ഒക്കെ ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസങ്ങൾ വിട്ടുമാറും. വിവാഹത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മേടം രാശിക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു, അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായ മംഗല്യഭാഗ്യം, വിവാഹയോഗം ലഭിക്കുന്ന സമയം. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും സമയം വളരെ വളരെ ഉത്തമമാണ്. 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, മറ്റ് സ്വത്തുവകകളൊക്കെ ലഭിക്കാനുള്ളവർക്ക് അതൊക്കെ കൈകളിൽ വന്നു ചേരും. മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ, അനുഗ്രഹങ്ങൾ ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ ഈ സമയത്ത് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകും. മേടം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം, വിദേശ ജോലി, വിദേശ പഠനം, അവരുടെ നല്ല ഒരുപാട് നാളുകളായി നിങ്ങൾ കാത്തിരുന്ന വിവാഹയോഗം, മംഗല്യഭാഗ്യം, ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് ലഭിക്കുന്ന സമയവും. സന്താനങ്ങളെ കൊണ്ട് മേടം രാശിക്കാരായ മാതാപിതാക്കൾക്കും ഏറ്റവും ഉത്തമമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ലൗകിക ജീവിതത്തിൽ ഏറ്റവും അധികം ശുഭത്വം നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ പൂർവ്വപുണ്യസ്ഥാനത്ത് 5-ാം ഭാവത്തിൽ നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ശുഭനായ സൂര്യൻ്റെ രാശിയിൽ സഞ്ചരിക്കുന്നത് അത്രമേൽ അത്യുത്തമമാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്
നിങ്ങളുടെ സമയം വളരെ അനുകൂലമാവുകയാണ്. ശുക്രൻ നിങ്ങൾക്ക് രാശിയുടെ അധിപനാണ്. ഇടവം രാശിക്കാർക്ക് രാശിയുടെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും ശുക്രനാണ്. ആ ശുക്രൻ 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനാണ്. 4-ാം ഭാവത്തിൻ്റെ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. അപ്പോൾ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭനായ ശുക്രൻ്റെ രാശിയിലേക്ക് ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശുക്രരാശിമാറ്റം ഏറ്റവും അത്യുത്തമമാണ്. ശുക്രൻ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ്. ആ ശുക്രൻ നിങ്ങൾക്ക് സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലേക്ക് കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്ന ഒരു സമയമാണ്. ഈ ഒരു ശുക്രൻ്റെ സഞ്ചാരം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ടുള്ള മാറ്റങ്ങളാണ് നൽകുന്നത്. കാരണം നിങ്ങൾക്ക് 4-ാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമെന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. 4-ാം ഭാവമായ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹത്തിൻ്റെ രാശിയിലേക്ക് നിങ്ങളുടെ രാശ്യാധിപൻ കൂടി വരുമ്പോൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു നല്ല സുഖ അനുഭവങ്ങളാണ് ഈ ഒരു സമയത്ത് ശുക്രൻ നൽകുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതെല്ലാം പൂർണ്ണമായി വിട്ടുമാറി രോഗദുരിതങ്ങളിൽ, അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണ മുക്തി, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ പണം സംബന്ധിച്ച കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നിങ്ങളുടെ ജീവിതത്തിലും സാമ്പത്തിക ഒരു ഉയർച്ച, ധനലാഭം ലഭിക്കുന്ന സമയം, അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരും. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുക, അവരിൽ നിന്ന് പല ഗുണഫലങ്ങളും ലഭിക്കുന്ന ഒരു സമയവും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും മാറുന്ന സമയമാണ്. പൊതുവേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങൾ, കടബാധ്യതകൾ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, പലതരത്തിലുള്ള കേസ് വഴക്കുകളോ ഇതെല്ലാം ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട പലർക്കും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ഒരുപാട് കാലത്തെ ആഗ്രഹം, സ്വന്തമായിട്ടൊരു ഭൂമി വേണം അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ള ആഗ്രഹവും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരുപാട് വലിയ നേട്ടങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ മനസ്സിൽ ഏറെക്കാലങ്ങളായിട്ടുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ നിന്നു പോയി അല്ലെങ്കിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇടവം രാശിക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ലൗകിക ജീവിതത്തിൽ ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ നിങ്ങൾക്ക് രാശ്യാധിപതിയാണ്. അങ്ങനെയുള്ള ശുക്രൻ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക്, അത് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും അതിൻ്റേതായ ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കും. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ നല്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ ലഭിക്കുന്ന സമയവും. ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി ആധികാരികമായിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകവും കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തുലാം രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. തുലാം ലഗ്നത്തിൽ ജനിച്ച നിങ്ങൾക്ക് ലഗ്നാധിപനും ശുക്രനാണ്. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് 11-ാം ഭാവമായ സർവാഭീഷ്ട ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. 11-ാം ഭാവമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആഗ്രഹ സാഫല്യമാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്
11-ൽ സഞ്ചരിക്കുന്ന ശുക്രനെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. പ്രധാനമായും ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല ഗുണഫലങ്ങളും നന്മകളും നൽകുന്ന ഒരു ഗ്രഹമാണ്. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഇത്രയും നാൾ ലഭിക്കാതിരുന്ന പലതരത്തിലുള്ള ഉയർച്ചകൾ, മാറ്റങ്ങൾ വന്നു ചേരും. വിദേശ ജോലിയും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യവും, തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം, വിദേശ പഠനം ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമായിരിക്കും. പലർക്കും അപ്രതീക്ഷിതമായിട്ടൊരു ഭൂമി വാങ്ങാനുള്ള യോഗം, ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. പ്രധാനമായിട്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, അതായത് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു പണം വന്നു ചേരുന്ന അനുഭവമുണ്ടാകും. ധാരാളം സാമ്പത്തിക അഭിവൃദ്ധി ഈ ശുക്രരാശി മാറ്റത്തോടു കൂടി ലഭിക്കും. ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു സമ്പാദ്യം ലഭിക്കുന്ന സമയം, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉന്നതി ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ഏറെക്കാലങ്ങളായി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചികിത്സകൾ നടത്തി വരുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുകയും ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം 11-ലെ ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം, ലാഭങ്ങളാണ് നൽകുക. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള മാറ്റങ്ങൾ, തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക, പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ ബിസിനസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന സമയമാണ്. 11-ലെ ശുക്രൻ്റെ സ്ഥിതി വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആഗ്രഹിച്ച നല്ല രീതിയിലുള്ളൊരു പുനർവിവാഹമൊക്കെ അനുഭവത്തിൽ വരികയും ചെയ്യും. മറഞ്ഞിരിക്കുന്ന പല ഗുണഫലങ്ങളും നന്മകളും ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരും. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വർഷക്കാലത്തെ പല ആഗ്രഹങ്ങളും, തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പൂർണ്ണതയിൽ എത്തുന്ന സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല സമയം ആരംഭിക്കുകയാണ്. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. ആ സൂര്യൻ്റെ രാശിയായ, ഭാഗ്യാധിപതിയുടെ രാശിയായ ചിങ്ങത്തിലേക്ക് ശുക്രൻ വരുന്ന സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഇതെല്ലാം വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി മാറുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അത്രമേലൊരു സമാധാനം, സന്തോഷം ധനുരാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ ഇല്ല എന്നുള്ളതാണ്. പലർക്കും മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ട് അത്രമേൽ പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കടബാധ്യതകൾ അനുഭവിക്കുന്നവരുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ ഈ രീതിയിൽ കടന്നു പോകുന്നവരുണ്ട്. കുടുംബ ബന്ധങ്ങളിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, സ്വന്തമായിട്ടൊരു ബിസിനസ്, തൊഴിലൊക്കെ നടത്തുന്നവർക്ക് അതിലനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെയാണ് പലരും കടന്നു പോകുന്നത്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് പകുതി വഴിയിൽ മുടങ്ങിപ്പോവുക, പൂർണ്ണമാക്കാൻ സാധിക്കാതിരിക്കുക, പലതും നമുക്ക് ലഭിക്കുമെന്ന് കരുതും, പക്ഷേ അവസാന നിമിഷം നമ്മുടെ കൈ വെള്ളയിൽ വരെ വന്നിട്ട് നഷ്ടപ്പെടുന്ന അനുഭവവും ധനുരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കുമുണ്ട്. അത് പലർക്കും പലതരത്തിലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളാണ് ജീവിതത്തിൽ നൽകുന്നത്. ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയുക, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിന് പരിശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വിജയത്തിലെത്തുന്ന സമയം. വിദേശത്ത് ജോലി ചെയ്യുന്ന ധനരാശിക്കാർക്ക് സമയം ഉത്തമമാണ്. പല കാര്യകാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്കും ഒരു പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ സമയം വളരെ വളരെ അനുകൂലമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വരും. കഴിഞ്ഞൊരു സമയം നോക്കുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്ന പണം 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവെന്ന് പറയുന്നത് പോലെ വളരെയധികം പാഴ്ചിലവുകൾ അനുഭവത്തിൽ വന്നിരുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് ആ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം നിങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു നീക്കിയിരിപ്പ്, നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു പണം സംബന്ധിച്ച ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയവുമാണ്. ഈ ശുക്രരാശിമാറ്റം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പലർക്കും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളാണ് വന്നു ചേരുക. ഭൂമിയോഗവും ഗൃഹയോഗവും വണ്ടിവാഹന യോഗങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് ശുക്രൻ നൽകും. ശുക്രൻ ഈ പ്രപഞ്ചത്തിൻ്റെ ലൗകിക ജീവിതത്തിൽ ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു നല്ല സമയമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.